ബിഗ് ബോസ് മലയാളം സീസൺ 8 അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് കോമണേഴ്സ് എൻട്രിയെ പറ്റി ഒരുപാട് പേര് കുറെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ പറയുന്ന പോലെ ബിഗ് ബോസിന്റെ കോമണേഴ്സ് എൻട്രി ആയിട്ടുള്ള അഗ്നിപരീക്ഷ പ്രോഗ്രാമിലേക്ക് ഇതുവരെ ഈ പറയുന്ന സെലക്ട് ആവാത്തവർക്ക് ഇനിയും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ടോന്ന്. ഈ പറയുന്ന പോലെ ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ട് വരുന്ന അഗ്നിപരീക്ഷ എന്ന കോമണേഴ്സ് എൻട്രി പ്രൊസീജിയറിലേക്ക് ഏകദേശം സെലക്ഷനും കാര്യങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലെവൽ ഓഡീഷനും അവസാനിച്ചതായിട്ടാണ് ഇപ്പൊ കിട്ടുന്ന അപ്ഡേറ്റ്. അതുപോലെ ഓഡീഷൻ അതിന്റെ രണ്ടാം ഘട്ടത്തിലേക്കും പോയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പറയുന്ന പോലെ മൈജി ആയാലും വൈറ്റ് ഗോൾഡ് ആയാലും ബിഗ് ബോസ് നേരിട്ടായാലും ഈ മൂന്ന് കാറ്റഗറിയിലും ബിഗ് ബോസിന്റെ കോമണേഴ്സ് എൻട്രിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് ഈ പറയുന്ന റിജക്ഷൻ ഇമെയിൽ വന്നവരും അതുപോലെ സെലക്ഷൻ ഇമെയിൽ വന്നവരും ഉണ്ട്. സെലക്ഷൻ ഇമെയിൽ വന്നവർക്ക് നേരിട്ടുള്ള ഓഡീഷൻ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറെ പേര് അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് രണ്ടാം ഘട്ടം ഓഡീഷനിലേക്ക് സെലക്ട് ആയിട്ടുണ്ട്. കുറെ പേര് ഫസ്റ്റ് ഓഡീഷനിൽ തന്നെ റിജക്ട് ആയ വ്യക്തികളും ഉണ്ട്. അപ്പൊ ഈ പറയുന്ന പോലെ ഇനിയും ഈ പറയുന്ന സെലക്ഷൻ ഇമെയിൽ കിട്ടിയവർക്ക് ഇനിയും ഓഡീഷനും കാര്യങ്ങളൊക്കെ വരും എന്ന് തന്നെയാണ് ഇപ്പൊ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പറയുന്ന പോലെ റിജക്ഷൻ ഇമെയിൽ കിട്ടിയവർക്ക് ഇനി അടുത്ത വർഷം ബിഗ് ബോസ് മലയാളം സീസൺ 9ലേക്ക് കോമണേഴ്സ് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പൊ യാതൊരു മാർഗങ്ങളും ഇല്ല. ഇനിയും ഈ പറയുന്ന പോലെ അപ്ലൈ ചെയ്യാനായിട്ട് വൈറ്റ് ഗോൾഡ് ആയാലും ഐജി ആയാലും ബിഗ് ബോസ് ആയാലും അവരുടെ കോമണേഴ്സ് എൻട്രി ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പറയുന്ന പോലെ ഇന്റർവ്യൂ ഓഡീഷനും കാര്യങ്ങളൊക്കെയാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഈ പറയുന്ന പോലെ അഗ്നിപരീക്ഷ പ്രോഗ്രാം വരുന്നത് അടുത്ത മാസമായിരിക്കും. അടുത്ത മാസം ഏകദേശം ഈ പറയുന്ന പോലെ 10-ാം തീയതിയൊക്കെ ആയിട്ട് നമുക്ക് ഈ അഗ്നിപരീക്ഷ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ബിഗ് ബോസ് മലയാളം സീസൺ 8 നമുക്ക് ഈ പറയുന്ന പോലെ സെപ്റ്റംബർ മാസം ഫസ്റ്റ് വീക്ക് ആയിരിക്കും വരാനായിട്ട് പോകുന്നത്. അപ്പൊ അഗ്നിപരീക്ഷ അടുത്ത മാസം ഓഗസ്റ്റിൽ ഏകദേശം 10-ാം തീയതിയൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഈ പറയുന്ന ബിഗ് ബോസിന്റെ സീസൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അതിനടുത്ത മാസം സെപ്റ്റംബർ ഒരു ഫസ്റ്റ് വീക്ക്, ഏകദേശം ഒരു ഫസ്റ്റ് വീക്കിൽ പെടുന്ന ഏതെങ്കിലും ഒരു ഞായറാഴ്ച ആയിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 8 ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നീട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് അഗ്നിപരീക്ഷ എങ്ങനെയായിരിക്കും, ഹോട്ട്സ്റ്റാറിലായിരിക്കോ അപ്ലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ഏഷ്യാനെറ്റിൽ തന്നെ സംപ്രേഷണം ചെയ്യുമെന്ന്. ഇപ്പൊ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഏഷ്യാനെറ്റിൽ തന്നെ വരാനായിട്ടാണ് സാധ്യത. ഓഗസ്റ്റ് 10-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീക്കെൻഡ് എപ്പിസോഡുകളായിട്ടായിരിക്കും അഗ്നിപരീക്ഷ ഈ പറയുന്ന ഏഷ്യാനെറ്റിൽ തന്നെ സംപ്രേഷണം ചെയ്യുന്നത്. ഈ പറയുന്ന ബിഗ് ബോസിന്റെ 3 കണ്ടസ്റ്റന്റ്സ് ജഡ്ജസ് ആയിട്ടുണ്ടാവും. അതുപോലെ ഒരു കണ്ടസ്റ്റന്റ് ആങ്കർ ആയിട്ടും ഉണ്ടാവും. ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നത് അഖിൽ മാരാർ, സാബുമോൻ, ഈ പറയുന്ന രഞ്ജിനി ഹരിദാസ്, റിയാസ് സലീം എന്നിവരെയൊക്കെ ആങ്കർ ആയിട്ടും ഈ പറയുന്ന ജഡ്ജസ് ആയിട്ടും കൊണ്ടുവരാനായിട്ടാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. ഈ പറയുന്ന പോലെ നമ്മുടെ അഖിൽ മാരാറും സാബുമോനും റിയാസ് സലീം ഒക്കെ ജഡ്ജസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ആപ്റ്റ് ആയിരിക്കും. എല്ലാവിധ കണ്ടസ്റ്റന്റ്സിന്റെയും ഒരു മൈൻഡ് മനസ്സിലാക്കി സെലക്ട് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കും. അപ്പൊ ജഡ്ജസ് സെലക്ട് ചെയ്യുന്ന ഒരു 3 കോമണേഴ്സ് ഉണ്ടാവും. അതുപോലെ ഈ പറയുന്ന വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഒരു 2-3 പേരെയൊക്കെ സെലക്ട് ചെയ്ത് മൊത്തത്തിൽ ഒരു 5-6 കോമണേഴ്സ് ഈ ഒരു സീസൺ 8 നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ബിഗ് ബോസിന്റെ കോമണേഴ്സ് എൻട്രി ബന്ധപ്പെട്ട് കിട്ടുന്ന അപ്ഡേറ്റ്. കോമണേഴ്സ് ഈ പറയുന്ന സെലക്ഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു മന്ത് തന്നെ അവസാനിക്കും. അടുത്ത മാസം ഒരു 10-ാം തീയതിയൊക്കെ ആയിട്ട് അഗ്നിപരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിനെ ബന്ധപ്പെട്ട് വരുന്ന പ്രൊമോസും കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെ വരും. ഇപ്പൊ ഗ്രൂപ്പ് കൂടിയായിട്ടുള്ള ഒരു സെലക്ഷൻ ആണ് വരുന്നത്. ഒരു മേശയിലും അതിന് ചുറ്റും ആളുകൾ ഇരിക്കും, അവർ തമ്മിൽ സംസാരിപ്പിക്കും, ഇത് റെക്കോർഡ് ചെയ്യും. ഇത് റെക്കോർഡ് ചെയ്ത വിഷ്വല് കൃത്യമായിട്ട് അവർ അനലൈസ് ചെയ്യും. അതിനകത്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വ്യക്തികളെ രണ്ടാം ഘട്ട ഓഡീഷനിലേക്ക് സെലക്ട് ചെയ്യും. ഇതിൽ നിന്ന് സെലക്ട് ആവുന്ന വ്യക്തികൾ അഗ്നിപരീക്ഷയിലേക്ക് സെലക്ട് ആവും. നേരിട്ട് ഈ പറയുന്ന അഗ്നിപരീക്ഷ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് അതിൽ നിന്ന് സെലക്ഷൻ കിട്ടി നേരിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് കോമണേഴ്സ് ആയിട്ട് പോകാനായിട്ടും സാധിക്കും. അപ്പൊ ഇത്രയും അപ്ഡേറ്റുകളാണ് കോമണേഴ്സ് എൻട്രി ബന്ധപ്പെട്ട് വരുന്നത്. മറ്റുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലെ കമന്റ് ബോക്സിലോ ചോദിക്കാവുന്നതാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. താങ്ക്